ഭരതേട്ടൻ്റെ വൈശാലിയെ പറ്റി പറയുകയാണെങ്കിൽ വൈശാലി ഇറങ്ങുന്നതിന് മുമ്പ് വൈശാലി കോമ്പറ്റീഷനായിട്ട് 1921 അന്ന് ഞങ്ങൾ ലാബിൽ എൻ്റെ ഫൈനൽ വർക്ക് നടക്കുമ്പോൾ മമ്മൂക്ക അങ്ങനെ കണ്ടപ്പം ഞാൻ മമ്മൂക്കോട് നമുക്ക് ഞങ്ങളുടെ പടവും നിങ്ങളുടെ പടമാണ്. മമ്മൂക്ക പറഞ്ഞിടാ ഞങ്ങൾക്ക് നിങ്ങളുടെ പടം പേടി, കാരണം 1920 അന്ന് ഭയങ്കര ഗ്രാൻഡിയറാണ്. 1921 ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്ത പടമാണ്. ഞങ്ങൾ പേടിക്കുന്നത് നിങ്ങളുടെ പടമാണ്. ഞങ്ങൾ പറഞ്ഞു അയ്യോ ഇത് ഞങ്ങൾക്ക് നിങ്ങളെ പേടി എന്ന ആ രീതിയിലാണ് പറയുന്നത്. പക്ഷേ സിനിമ ഇറങ്ങിയപ്പം വൈശാലി ഭയങ്കര ഹിറ്റാണ്. അതിന് എനിക്ക് തോന്നുന്നു ആകെ നമ്മൾ അന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പോസ്റ്റേഴ്സ് ഒട്ടിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. TV ചാനലിലൂടെയുള്ള പരസ്യമില്ല, റേഡിയോ പരസ്യമില്ല. പിന്നെ ആകെയുള്ളത് ഏതെങ്കിലും സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ വരും. ഭരതേട്ടൻ്റെ ഈ പോസ്റ്റേഴ്സ് ഭരതേട്ടൻ തന്നെ ചെയ്ത പെയിൻറ്റിങ്ങുകളായിരുന്നു ഒട്ടുമിക്കതും. അതെല്ലാം ഇങ്ങനെ നിരത്തി വെക്കും, ഓരോ ദിവസം ഓരോ പോസ്റ്റർ ചെയ്യും, എല്ലാം ചെയ്ത് മനോഹരമായി പോസ്റ്റർ ഒട്ടിക്കുക, അത് തന്നെയുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഇത് പടം ഓടുകയില്ലെന്ന് ടെൻഷൻ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നൊരു ഓണക്കാലത്താണ് ഞാനന്ന് സിനിമ കാണാൻ വേണ്ടി തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ്. ഭരതേട്ടനും ഭരതേട്ടനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്. തിയേറ്ററിൽ നിറഞ്ഞ ആളാണ്. അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടില്ല. ഞാൻ ഇടയ്ക്കുള്ള സ്റ്റെപ്പിലായിരുന്നു ഭരതേട്ടൻ്റെ അടുത്ത് തന്നെ. പടം അങ്ങോട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഹിറ്റായി. കാരണം ഭരതേട്ടനെ പുറത്തേക്ക് ഇറങ്ങാൻ ആൾക്കാർ വിടുന്നില്ല. ഭരതേട്ട ഇനി ഇങ്ങനത്തെ പടം മതിയിട്ടോ എന്ന് വെച്ചിട്ട് തൃശ്ശൂർക്കാർ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അന്ന് ഭരതേട്ടൻ്റെ സന്തോഷം കാണണം. ഞങ്ങളന്ന് തൊട്ട് ഒരാഴ്ച കണ്ടിന്യൂസ് ഓരോ തിയേറ്ററിൽ ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ അവിടെ ഇങ്ങനെ ചില ഭരതേട്ടൻ നിൽക്കും. അപ്പോഴും പടം വിട്ടു വരുന്ന സമയത്ത് ഭരതേട്ടൻ അവിടെ ഗേറ്റിനവിടെ നിൽക്കും, അല്ലെങ്കിൽ അവരോട് സംസാരിക്കും. ഭരതേട്ടൻ ഒരു ആവേശത്തിലായിരുന്നു ഇങ്ങനെ എത്രയോ ദിവസങ്ങൾ. അത് പറയുമ്പോൾ ഇന്നും ചേട്ടൻ ആവേശമാണ്. തീർച്ചയായിട്ടും അങ്ങനെ. ഞങ്ങളൊരിക്കൽ ആലുവ പാലസ് ഗസ്റ്റ് ഹൗസിൽ ഇങ്ങനെ ഭരതേട്ടൻ ഞങ്ങളെല്ലാം ഇരിക്കുമ്പോൾ അവിടെ കുറച്ച് ഫോറിനേഴ്സ്, ഏതോ നാട്ടുകാർ, അവർ ഭരതേട്ടൻ പെട്ടെന്ന് അതിലൊരു തീം മ്യൂസിക് ഉണ്ട് വൈശാലിയിലെ. ആ തീം മ്യൂസിക് ആരോ ചൂളം അടിക്കുന്നു. ഭരതേട്ടൻ ഇങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് സായിപ്പാണ്. അപ്പോൾ ഭരതൻ ചോദിച്ചു ഇത് നിങ്ങൾ എന്താണ്? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു, അതിൻ്റെ തീമാണ് ഞാൻ ഇങ്ങനെ മൂളുന്നത്. അപ്പോൾ ഭരതൻ പറഞ്ഞത് അതെൻ്റെ സിനിമയാണ്. അപ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണണം ഈ വിദേശികളുടെ.